നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടി. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ. ഇസ്രായേലിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. ബാങ്കിംഗ് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങളുടെ വായ്പാ വളർച്ച 19% വർദ്ധിക്കുമെന്ന് മോർഗൻ സ്റ്റാൻലി. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിലാണ് NBFC വായ്പാ വളർച്ച വർദ്ധിക്കുന്നത്. അപൂർവ ധാതുക്കളുടെ നിർമ്മാണത്തിന് ഇന്ത്യ 1000 കോടിയുടെ പദ്ധതി നടപ്പിലാക്കും. ധാതുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യ ജപ്പാനുമായും വിയറ്റ്നാമുമായും ചർച്ചകൾ നടത്തുന്നു. ഇന്ത്യയുടെ GDP പ്രവചനം 6.5% ഉയർത്തി S&P ഗ്ലോബൽ. മെച്ചപ്പെട്ട മൺസൂണും എണ്ണവില ഇടിഞ്ഞതും നേട്ടമായി. US യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറുകൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രി. ഇന്ത്യൻ കയറ്റുമതി റെക്കോർഡ് ഉയരത്തിലെന്നും നിർമ്മല സീതാരാമൻ. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 158.32 പോയിന്റ് അഥവാ 0.19% ഉയർന്ന് 82,055.11 നിഫ്റ്റി 72.45 പോയിന്റ് അഥവാ 0.29% ഉയർന്ന് 25,044.35 ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ പവർ ഗ്രിഡ്, ട്രെൻഡ്, NTPC, മാരുതി, HCL ടെക്, ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവ ഇടിവ് രേഖപ്പെടുത്തി. അദാനി പോർട്സ്, ടാറ്റ സ്റ്റീൽ, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, അൾട്രാടെക് സിമന്റ്, ബജാജ് ഫിൻസർവ്, ടൈറ്റൻ എന്നിവ നേട്ടമുണ്ടാക്കി. സെക്ടറൽ സൂചികകളിൽ നിഫ്റ്റി, മീഡിയ, ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ ഒഴികെ മറ്റെല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടമുണ്ടാക്കി. നിഫ്റ്റി PSU ബാങ്ക് സൂചിക 1.5%, നിഫ്റ്റി മെറ്റൽ 1% നേട്ടമുണ്ടാക്കി. ബാങ്കിംഗ് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങളുടെ വായ്പാ വളർച്ച 19% വർദ്ധിക്കുമെന്ന് മോർഗൻ സ്റ്റാൻലി. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിലാണ് NBFC വായ്പാ വളർച്ച വർദ്ധിക്കുക. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികളുടെ വായ്പാ വളർച്ച ശക്തമായി തുടരുമെന്ന് മോർഗൻ സ്റ്റാൻലി. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 19%, മുൻപാദത്തേക്കാൾ 4% വളർച്ചയുണ്ടാകുമെന്ന് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പറയുന്നു. 2025 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ റിപ്പോർട്ട് ചെയ്ത 19% വാർഷിക വളർച്ചയ്ക്ക് സമാനമാണ് ഈ വേഗത. ജൂൺ പാദത്തിൽ NBFCകളുടെ അറ്റാദായം വാർഷികാടിസ്ഥാനത്തിൽ 15% വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മാർച്ച് പാദത്തിൽ ഇത് 5%. മൂലധന സമാഹരണ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങളും മുൻപാദത്തിൽ നഷ്ടം രേഖപ്പെടുത്തിയ ചില കമ്പനികളുടെ ലാഭത്തിലെ തിരിച്ചുവരവുമാണ് വളർച്ചയ്ക്ക് ഒരു കാരണം. അടിസ്ഥാന ലാഭ വളർച്ച വർഷം തോറും 18% സാധ്യത. മുൻപാദത്തിൽ കണ്ട 11% വളർച്ചയേക്കാൾ കൂടുതലാണിത്. ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ 2025 ഏപ്രിൽ മെയ് മാസങ്ങളിൽ വാർഷിക പ്രീമിയത്തിലെ ശക്തമായ വളർച്ച കാരണം ചില കമ്പനികൾ മറ്റുള്ളവയേക്കാൾ മികച്ച നിലയിലാണെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അപൂർവ ധാതുക്കളുടെ നിർമ്മാണത്തിന് ഇന്ത്യ 1000 കോടിയുടെ പദ്ധതി നടപ്പിലാക്കും. അപൂർവ ധാതുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യ ജപ്പാനുമായും വിയറ്റ്നാമുമായും ചർച്ചകൾ നടത്തിവരികയാണ്. അടുത്ത 15 ദിവസത്തിനുള്ളിൽ ഘനവ്യവസായ മന്ത്രാലയവും ആണവോർജ്ജ വകുപ്പും അപൂർവ ധാതു നിർമ്മാണ പദ്ധതിക്ക് അന്തിമ രൂപം നൽകും. ഇലക്ട്രിക് വാഹനങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവയുടെ നിർമ്മാണത്തിലെ നിർണായക ഘടകമാണ് റയർ എർത്ത് മാഗ്നറ്റുകൾ. ഇതിന്റെ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1000 കോടി ചെലവിൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ സർക്കാർ ഒരുങ്ങുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ തന്നെ ഏകദേശം 1500 ടൺ അപൂർവ ധാതുക്കളുടെ നിർമ്മാണം നടത്തുക എന്നതിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിലവിൽ 5 കമ്പനികൾ അപൂർവ എർത്ത് മാഗ്നറ്റ് നിർമ്മാണ മേഖലയിലേക്ക് പ്രവേശിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യവസായ വൃത്തങ്ങൾ പറഞ്ഞു. ചൈനയുടെ സമീപകാല ഇറക്കുമതി നിയന്ത്രണങ്ങൾക്ക് മറുപടിയായി അപൂർവ എർത്ത് ധാതുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യ ഇപ്പോൾ ജപ്പാനുമായും വിയറ്റ്നാമുമായും ചർച്ചകൾ നടത്തിവരികയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ വർദ്ധിച്ച താരിഫുകളെ തുടർന്ന് ഏപ്രിൽ 4 ബീജിംഗ് 7 ഹെവി, മീഡിയം അപൂർവ എർത്ത് മൂലകങ്ങൾക്കും കാന്തങ്ങൾക്കും കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ GDP പ്രവചനം 6.5% ഉയർത്തി S&P ഗ്ലോബൽ. മെച്ചപ്പെട്ട മൺസൂണും എണ്ണവില ഇടിഞ്ഞതും നേട്ടമായി. ഇന്ത്യയുടെ GDP പ്രവചനം 6.3%. മൺസൂൺ, അസംസ്കൃത എണ്ണവിലയിലെ കുറവ്, പണലഭ്യത എന്നിവ കണക്കിലെടുത്താണ് പ്രവചനം പരിഷ്കരിച്ചത്. ഈ മാസം ആദ്യം RBI നടത്തിയ 6.5% വളർച്ചാ പ്രവചനങ്ങൾക്ക് അനുസൃതമായാണ് S&P ഇപ്പോൾ നടത്തിയ പരിഷ്കരണം.
ഇന്ത്യ ഒരു ആഗോള നിക്ഷേപ കേന്ദ്രമായി സ്ഥാനം പിടിക്കുന്ന സമയത്താണ് മെച്ചപ്പെട്ട പ്രവചനം വരുന്നത്. എങ്കിലും വളർച്ചയെ ബാധിച്ചേക്കാവുന്ന ആഗോള സാമ്പത്തിക അസ്ഥിരത, ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ, വിതരണ മേഖലയിലെ തടസ്സങ്ങൾ തുടങ്ങിയ ബാഹ്യ അപകട സാധ്യതകളെക്കുറിച്ച് S&P മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർച്ചയുടെ ശക്തമായ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഇത് മികച്ച ആഭ്യന്തരാവശ്യം, വർദ്ധിച്ചുവരുന്ന സ്വകാര്യ ഉപഭോഗം, പൊതുനിക്ഷേപം എന്നിവയാൽ നയിക്കപ്പെടുന്നതായി ഏജൻസി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറുകൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രി. ഇന്ത്യൻ കയറ്റുമതി റെക്കോർഡ് ഉയരത്തിലെന്നും നിർമ്മല സീതാരാമൻ. US-ഉമായും യൂറോപ്യൻ യൂണിയനുമായും നിലവിൽ നടന്നുവരുന്ന ചർച്ചകൾ ഉടൻ പൂർത്തിയാകുമെന്ന് ധനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. FTA ചർച്ചകളും കയറ്റുമതി വളർച്ചയും ധനമന്ത്രി എടുത്തു പറഞ്ഞു. UAE, ഓസ്ട്രേലിയ, UK എന്നിവയുമായി സജീവ ചർച്ചകൾ തുടരുകയാണ്. എത്രയും വേഗം അവ പൂർത്തിയാക്കും. കൂടുതൽ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പുവയ്ക്കുന്നതിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്ന് എക്സിം ബാങ്ക് സംഘടിപ്പിച്ച ട്രേഡ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സീതാരാമൻ പറഞ്ഞു. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി റെക്കോർഡ് ഉയരമായ $825 ബില്യൺ മുൻ വർഷത്തെ അപേക്ഷിച്ച് 6% വളർച്ച. $466 ബില്യൺ നേട്ടം. അതേസമയം ആഗോള കയറ്റുമതി 4% മാത്രം വളർന്നു. ഇന്ത്യൻ കയറ്റുമതിക്ക് വേഗത്തിൽ മുന്നേറാൻ കഴിഞ്ഞുവെന്ന് അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇടിഞ്ഞു. ഗ്രാമിന് 60 രൂപയും പവന് 480 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില ഗ്രാമിന് 9,095 രൂപയും പവന് 72,760 രൂപയുമായി കുറഞ്ഞു. ഇന്ന് 2 തവണയായി ഗ്രാമിന് 135 രൂപയാണ് കുറഞ്ഞത്. പവന് കുറഞ്ഞത് 1,080 രൂപയാണ്. 18 ക്യാരറ്റ് സ്വർണത്തിനും ആനുപാതികമായി വിലയിടിഞ്ഞു. ഗ്രാമിന് 50 രൂപ കുറഞ്ഞ് 7,460 രൂപയിലാണ് വ്യാപാരം. വെള്ളിവിലയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം മാറ്റമില്ല. ഗ്രാമിന് 116 രൂപയാണ് വിപണി വില. കേരള വാർത്തകൾ നോക്കാം. അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയായ രഞ്ജിത ജി നായർക്ക് വിട ചൊല്ലി നാട്. രാവിലെ 7-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ എന്നിവർ ഏറ്റുവാങ്ങി. CPM ജനറൽ സെക്രട്ടറി MA ബേബി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തുടങ്ങിയവർ വിമാനത്താവളത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് സ്വദേശമായ പത്തനംതിട്ട പുല്ലാട് വിവേകാനന്ദ ഹൈസ്കൂളിൽ നടന്ന പൊതുദർശന ചടങ്ങിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി VN വാസവൻ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നാട്ടിൽ നിന്നും ലണ്ടനിലേക്ക് മടങ്ങവെയാണ് രഞ്ജിത സഞ്ചരിച്ചിരുന്ന വിമാനം ജൂൺ 12-ന് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ടത്. നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. ജൂലൈ 1 മുതൽ ടിക്കറ്റ് നിരക്കിൽ നേരിയ വർധനവ് വരുത്തുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിശദാംശങ്ങളുമായി അമൽ ചേരുന്നു. അമൽ, ടിക്കറ്റ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്താണ്? ഇത് പതിവ് യാത്രക്കാരെ ബാധിക്കുമോ? റെയിൽവേ പാസഞ്ചർ ടിക്കറ്റ് നിരക്ക് റെയിൽവേ പാസഞ്ചർ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് സൂചന. നോൺ AC മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കിലോമീറ്ററിന് 1 പൈസ നിരക്കിൽ വർധനവ് വരുത്താനാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത്. AC ടിക്കറ്റുകളിൽ 2 പൈസ നിരക്കിലും വർധനവുണ്ടാകും. 500 കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് സബർബൻ ടിക്കറ്റുകൾക്കും സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്കും നിരക്ക് വർധന ഉണ്ടാകില്ല. അതേസമയം 500 കിലോമീറ്ററിൽ കൂടുതലുള്ള ദൂരത്തിന് കിലോമീറ്ററിന് 1/2 പൈസയും വർദ്ധിക്കും. എന്നാൽ പ്രതിമാസ സീസൺ ടിക്കറ്റിൽ വർധനവ് ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട്. ഇതിനു പുറമെ അടുത്ത മാസം മുതൽ തൽക്കാൽ സ്കീം പ്രകാരമുള്ള ടിക്കറ്റുകൾ IRCTC വെബ്സൈറ്റ് വഴി ആധാർ അംഗീകൃത ഉപയോക്താക്കൾക്ക് മാത്രമേ ബുക്ക് ചെയ്യാൻ കഴിയൂവെന്ന് റെയിൽവേ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ജൂലൈ 15 മുതൽ തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ യാത്രക്കാർ ആധാർ അടിസ്ഥാനമാക്കിയുള്ള OTP ഘട്ടം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും മന്ത്രാലയം പ്രഖ്യാപിച്ചു. വിദ്യ. ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുകയാണ്. ജൂലൈ 1 മുതൽ പുതുക്കിയ ടിക്കറ്റ് നിരക്ക് പ്രാബല്യത്തിൽ വരും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അമലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടി. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ. ഇസ്രായേലിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. ബാങ്കിംഗ് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങളുടെ വായ്പാ വളർച്ച 19% വർദ്ധിക്കുമെന്ന് മോർഗൻ സ്റ്റാൻലി. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിലാണ് NBFC വായ്പാ വളർച്ച വർദ്ധിക്കുക. അപൂർവ ധാതുക്കളുടെ നിർമ്മാണത്തിന് ഇന്ത്യ 1000 കോടിയുടെ പദ്ധതി നടപ്പിലാക്കും. ധാതുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യ ജപ്പാനുമായും വിയറ്റ്നാമുമായും ചർച്ചകൾ നടത്തുന്നു. ഇന്ത്യയുടെ GDP പ്രവചനം 6.5% ഉയർത്തി S&P ഗ്ലോബൽ. മെച്ചപ്പെട്ട മൺസൂണും എണ്ണവില ഇടിഞ്ഞതും നേട്ടമായി.
US യൂറോപ്യൻ യൂണിയൻ കരാറുകൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രി. ഇന്ത്യൻ കയറ്റുമതി റെക്കോർഡ് ഉയരത്തിലെന്നും നിർമ്മല സീതാരാമൻ. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.